അമ്മ എന്താ കുഴപ്പത്ത്? എന്താ വിളി? ചേച്ചി, ഞാൻ ഇവരുടെ അടുത്ത് ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി അല്ലേ? നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ജംഗ്ഷൻ വരെ എത്തി. അപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് കോൾ വന്ന് ബ്രോക്കറെ വിളിച്ച് വീടിൻ്റെ ഷോപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കോൾ വന്ന്. ചേച്ചി അങ്ങനെ ഓട്ടോ പിടിച്ചു പോയാ ഓഫീസിൽ? ഇല്ലടാ, വാഴക്കാലേന്ന് ഞാൻ ഹെലികോപ്റ്ററിൽ പോയി അങ്ങോട്ട്. വാഴക്കാലം നിർത്തൂലല്ലോ, അവർ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നു. അപ്പം ഞാനിങ്ങനെ തൂങ്ങി പിടിച്ച് എന്നിട്ട് അവിടെ ഓഫീസിൽ കൊണ്ട് ഇറക്കിയെന്നാ. ഒന്ന് ആലോചിക്കണം, ചേച്ചി ഹെലികോപ്റ്റർ തൂങ്ങി കിടന്നിങ്ങനെ പോണ. നിർത്തടാ. ആരാടി ഇവൻ അവന് ഓരോ സമയത്ത് ഓരോ പ്രാന്തം കൊണ്ട് വന്നോളൂ. എന്ത് ചേച്ചി, ഞാൻ ചേച്ചിയെടുത്തുള്ള സ്നേഹം. നിന്റെ സ്നേഹം. ഞാൻ മര്യാദക്ക് ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ. എന്റെ പുറകെ അവന് വാല തൂങ്ങി വന്ന് എന്നിട്ട് എന്നെ ഫലൂഡ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഫലൂടെ? ആ, ഫലൂഡ കഴിച്ച് ഉച്ചവരെ കറങ്ങി എടുത്തിട്ട് ബിരിയാണി മേടിച്ച് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ അവൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോയത്. കള്ള എന്നെ കൊണ്ടുപോകാതെ കള്ളം പറഞ്ഞു പോയിനാടാ. ഫലൂട അടിക്കാനാടാ? ഞാൻ കഴിച്ചു. ചേച്ചി 2 സ്പൂൺ കഴിച്ചാണ്. ചേച്ചി എവിടെ ഇറങ്ങി ഓടിയത്? അല്ലടാ, ഞാൻ നിന്റെ ചളവർത്താനോ കേട്ട് ചിരിച്ചോണ്ട് അവിടെ ഇരിക്കാം. കേട്ടോ പാലു? എനിക്കൊന്നും കേൾക്കണ്ട. അതിൻ്റെ വൃത്തിയുടെ കോംപ്ലക്സ് കൊണ്ട് വന്നാലുണ്ടല്ലോ റെഡിയാക്കും ഞാൻ. അവരെയൊക്കെ പറഞ്ഞ കേൾക്കാൻ നോക്ക്. ഞാൻ ലീവും ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്നേ. നീ അവിടുത്തെ മാനേജറല്ലേ? പിന്നെ നിന്നെ ആരവിടെ ചോദിച്ചേ? ഒന്ന് പോയ പാലു അവിടെ നിന്ന്. ആ റീജിയണൽ മാനേജർ ആരും അറിയിക്കാത്ത ഓഫീസിൽ വന്ന് കയറിയേക്കുന്നേ. റീജിയണൽ മാനേജർ വന്നപ്പോഴത്തേക്കും മാനേജർ എവിടെ ഇല്ല. അപ്പൊ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആരോ പറഞ്ഞ് ഞാനിന്ന് അവധിയാണെന്ന്. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അയാൾ പറയണത് കമ്പനി അറിയിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ അയാൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ വന്ന് കയറി. അപ്പൊ അയാൾക്ക് സംശയമായി. അപ്പൊ അയാൾ ഉടനെ പറയാണ് ഞാൻ എൻ്റെ മാനേജർ പദവി ദുരുപയോഗം ചെയ്തെന്ന്. ഞാൻ അയാളുടെ മുന്നിൽ നിന്ന് വേർത്തുപോയി. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു ജോലി പോയി തെറിച്ച് ഇനി പോകണ്ട അങ്ങോട്ടൊന്ന്. ദൂരെ കളി കേട്ടാ. മൊബൈൽ കുത്തുകളി. നീ എന്നെ ജയിലിൽ കയറ്റോടാ. എന്താന്നറിയാ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണത്? പരസ്പര ബന്ധമില്ലേ? നീ ഐസ്ക്രീം തിന്നാൻ മോഹിച്ച് അവളെ വിളിച്ചോണ്ട് ഏതെങ്കിലും പരിപാടി കടക്കട ഇരിക്കും. തിന്നിട്ട് അവൾ ഇറങ്ങി ഓഫീസിൽ പോകുമ്പോൾ താമസിക്കും. അപ്പൊ റീജിയണൽ മാനേജരോ അതിനേക്കാൾ കൂടിയ ഉദ്യോഗസ്ഥരെ വരുമ്പോൾ താമസിച്ച് പോകുമ്പോൾ അവളെ സ്വീകരിച്ച് അവിടെ ഇരുത്തുമോ? അങ്ങനെ പുല്ല് പോട്ടെന്ന് പറഞ്ഞങ്ങ് കൂടെ ജോലി പോകും. അങ്ങനെ ജോലി എല്ലാം പോയാ ഞാൻ അവട്ടച്ഛന് മറ്റേ മണ്ട അടിച്ച് പൊളക്കും കൂട്ടത്തിൻ്റെ. അപ്പൊ ഞാൻ ജയിലാവൂലേ? അവനടാ അച്ഛൻ വളർന്നു ചോദിച്ചു ആ വഴിക്കൊക്കെ എത്തിയ ദീർഘവീക്ഷണം ഉണ്ട് ബാലുവിന്. ഞാൻ ചേച്ചിയുടെ ലൈഫ് ഡ്രൈ ആവുന്നതുകൊണ്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നോക്കിയാണ്. പിന്നെ അവനൊരു ഡ്രൈ ഇപ്പൊ ഫ്രൈ ആയന ഞാൻ. എന്നാലും ഞങ്ങളെ കൊണ്ടുപോകാത്ത ഫലൂട കഴിക്കാൻ പോയല്ലോ. മക്കളെ വിഷമിക്കണ്ട. നാളെ നമുക്ക് ബിരിയാണിയും കഴിച്ച് ഫലൂടയും കഴിച്ച് സുഖമായിട്ട് വരാം. അമ്മയും കൂട്ടിക്കോ. നാളെ ജോലിക്ക് പോവാതെ ഫലൂട കഴിക്കാൻ പോവാണോ അല്ലേ? അപ്പൊ ജോലിക്ക് പോകണ്ടേ എനിക്ക്? ഈ ഒരു കാര്യം ചെയ്യും. ആ റീജിയണൽ മാനേജർക്ക് ഒരു മെയിൽ അയക്ക്, ഭർത്താവിനെ അനിയനെ മക്കളെ കൊണ്ട് ഫലൂട കഴിക്കാൻ പോണെന്ന്. അല്ലെങ്കിൽ ഒരു ലീവ് ലെറ്റർ എഴുതി കൊടു. അതിനും അയാൾ സമ്മതിച്ചില്ലെങ്കിൽ പുള്ളി ജോലി എടുത്ത് കളഞ്ഞ് നിഞ്ഞ് വാടി വാ. എന്തേ ജോലി എല്ലാവരും ഫലൂട. അല്ലെങ്കിൽ ജോലി സമയത്ത് 8ഉം പൊട്ടും തിരിയാത്ത എവൻ്റെ കൂടെ നീ ഫലൂട കഴിക്കാൻ പോവോ ഇല്ലേ? എടി പോവോ ഇല്ലേ? അവനോട് ചോദിക്കുക, എന്നോടാണോ ചോദിക്കണത്? ഇത്രയും കേട്ടിട്ട് അവൻ ഉത്തരം പൊട്ടി നിൽക്കാൻ നിൽപ്പുണ്ട്. അവന് ഉത്തരം ഇല്ല. അവന് നിന്റെ ജോലി തെറിപ്പിക്കണം. ഇതേ അവന് ഉദ്ദേശമുള്ളൂ. ഇല്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ഫോൺ അവിടെ പോട്ടാ. എന്തിനാണ് നീ മെഴുകാസ്തിയാന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഉത്തരം പറയാമെങ്കിൽ പറയടാ. നീ എന്തിനാണ് അവളെ ഫലൂടെ കഴിക്കാൻ വിളിച്ചോണ്ട് പോയത്? പറ. ഫലൂടയല്ലേ വലുത്.